ഹലോ മലയാളി സ്പോർട്സ് സോണിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സിംബാബ്വെക്കെതിരായിട്ടുള്ള T20 പരമ്പരയിലെ അവസാന മത്സരത്തിലും ഇന്ത്യയുടെ ചുണക്കുട്ടികൾ പൊളിച്ചടുക്കിയിരിക്കുന്നു. ഇന്ത്യ ഒരു കിടിലൻ വിജയം വന്ന് സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതെ, ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ഉയർത്തിയ 164 എന്ന വിജയലക്ഷ്യം പിന്തുടർന്നെത്തിയ സിംബാബ്വെക്ക് ആകെ അടിക്കാൻ സാധിച്ചത് വെറും 125 റൺസ് മാത്രമായിരുന്നു. മികച്ച ബൗളിംഗ് തന്നെയാണ് ഇന്ത്യയുടെ ബൗളർമാർ കാഴ്ചവെച്ചതെന്ന് എടുത്തു പറയണം. അതോടൊപ്പം തന്നെ ബാറ്റിംഗിൽ സഞ്ജു സാംസൺ എന്ന മലയാളി താരം പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത്. 42 റൺസിന്റെ വിജയമാണ് ഇപ്പോൾ ടീം ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്. കളിയിലെ മികച്ച താരമായി സഞ്ജു സാംസൺ തന്നെ മാറുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യ 4-1 പരമ്പര തൂത്ത് വാരിയിട്ടുണ്ട്. വീഡിയോ തുടരും മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. പലരും വീഡിയോ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ചെറിയ തോതിൽ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. നിങ്ങൾ തരുന്ന സ്നേഹം തന്നെയാണ് നമ്മുടെ ഊർജ്ജം. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. വീഡിയോ തുടരാം. ടോസ് നഷ്ടപ്പെട്ടുകൊണ്ട് ബാറ്റിംഗ് ചെയ്യേണ്ടി വന്ന ഇന്ത്യക്ക് ആദ്യം തന്നെ ഓപ്പൺ ചെയ്ത ജയ്സ്വാളിനും അതുപോലെ ക്യാപ്റ്റൻ ഗില്ലിനും തിളങ്ങാൻ സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ തുടക്കത്തിൽ നിന്ന് വിക്കറ്റുകൾ നഷ്ടമാവുന്നു. തുടർന്ന് സഞ്ജു സാംസൺ ക്രീസിലേക്ക് ഇറങ്ങുന്നു. വൺ ഡൗൺ ആയിട്ടാണ് അഭിഷേക് ശർമ്മ കളത്തിൽ ഇറങ്ങിയത്. പക്ഷേ അഭിഷേകിനും മികവ് കാട്ടാൻ പറ്റിയിട്ടില്ല. അഭിഷേകും പെട്ടെന്ന് ഔട്ടായി പോകുന്നു. അങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സഞ്ജു സാംസണിനെയാണ് നമ്മൾ കണ്ടത്. വളരെ മെച്ചൂർഡ് ആയിട്ടുള്ള ഇന്നിംഗ്സോടുകൂടെ സഞ്ജു പരാഗിനോടൊപ്പം ചേർന്ന് ഇന്ത്യയെ മാന്യമായ സ്കോറിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സഞ്ജു 45 പന്തിൽ 58 റൺസാണ് എടുത്തിട്ടുള്ളത്. സഞ്ജുവിന്റെ ഇന്നിംഗ്സിൽ 4 സിക്സറുകളും ഒരു 4 ഉൾപ്പെടുന്നുമുണ്ട്. സഞ്ജു അടിച്ചിട്ടുള്ള ഒരു 6 ഒക്കെ 110 മീറ്റർ ഉയരെ പറക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റിയാൻ പരാഗ് 24 പന്തിൽ 22 റൺസാണ് എടുത്തിട്ടുള്ളത്. അവസാനം 12 പന്തുകളിൽ നിന്ന് 26 റൺസ് എടുത്ത ശിവൻ ദുബെയുടെ സംഭാവന കൂടിയായപ്പോൾ ഇന്ത്യ 160 എന്ന മോശമില്ലാത്ത മികച്ച സ്കോറിലേക്ക് തന്നെ എത്തുകയായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു കളിയിലെ പ്രകടനത്തോടുകൂടെ സഞ്ജു സാംസൺ ചില മികച്ച റെക്കോർഡുകൾ കൂടി തന്റെ പേരിൽ കുറിച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം. എന്തായാലും മറുപടി ബാറ്റിംഗിൽ 34 റൺസ് എടുത്ത ഡിയോൺ മയേഴ്സും അതേപോലെ 27 റൺസ് എടുത്തിട്ടുള്ള ഫറാസ് അക്രമുമായിരുന്നു സിംബാബ്വെക്ക് വേണ്ടി മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യക്കായി മുകേഷ് കുമാർ 4 വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുള്ളത്. അതേപോലെ ശിവൻ ദുബെ 2 വിക്കറ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. തുഷാർ ദേശ്പാണ്ഡെ അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ, അഭിഷേക് ശർമ്മ എന്നിവർ ഓരോ വിക്കറ്റുകളും വീഴ്ത്തി. എന്തായാലും ഇന്ത്യ ഇതാ T20 പരമ്പര സിംബാബ്വെക്കെതിരെയുള്ള T20 പരമ്പര മികച്ച രീതിയിൽ തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു. സഞ്ജു സാംസൺ അവസാന മത്സരത്തിൽ 5ാം മത്സരത്തിൽ പൊളിച്ചടുക്കിയിരിക്കുന്നു. അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ചെറിയൊരു ഗുഡ് ബൈ.